നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് SMA-W പ്രോസസ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS ഷീറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡ്സിന്റെയും മൾട്ടി ലെയർ പ്രാക്ടീസും എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് MS പ്ലേറ്റ് തയ്യാറാക്കുക. 150 mm നീളവും 100 mm വീതിയും 10 mm കനവും. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരേപോലെ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തെങ്കിലും സർഫസ് ഡിവൈസുകൾ അറിയാൻ ജോബ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് SMA-W ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരു 10 mm കനമുള്ള MS പ്ലേറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകളും മൾട്ടി ലെയർ പ്രാക്ടീസും ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. സ്റ്റീൽ റൂളർ, സ്ക്രൈബർ, ക്വിക്ക് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, SMA-W വെൽഡിംഗ് പ്ലാന്റ് മെഷീനും അതിന്റെ സജ്ജീകരിച്ച അക്സസറികളും, സി ക്ലാമ്പ്. നമുക്ക് SMA-W പ്രോസസ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 10 mm കട്ടിയുള്ള ഒരു MS പ്ലേറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകളും മൾട്ടി ലെയർ പ്രാക്ടീസും ചെയ്യുന്നതിനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെ കുറിച്ച് നോക്കാം. ഈ വെൽഡിംഗ് പ്രോസസ്സിനായി 10 mm MS പ്ലേറ്റ് ഉപയോഗിക്കുക. ഒരു റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് 150 mm നീളവും 100 mm വീതിയുമായി മുറിക്കുന്നതിനുള്ള അളവുകൾ അടയാളപ്പെടുത്തുക. ഒരു ബെഞ്ച് വൈസും ആക്സോയും ഉപയോഗിച്ച് അളവുകൾക്കൊപ്പം MS പ്ലേറ്റ് മുറിക്കുക. ബെഞ്ച് വൈസിൽ MS പ്ലേറ്റ് ഫിക്സ് ചെയ്യുക. മാർക്കിംഗ് അനുസരിച്ച് കട്ടിംഗ് നടത്തുക. MS പ്ലേറ്റിന്റെ അറ്റങ്ങൾ ഫയൽ ചെയ്യുക. MS പ്ലേറ്റിന്റെ ചതുരാകൃതി പരിശോധിക്കുക. ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് MS പ്ലേറ്റിന്റെ സർഫസ് വൃത്തിയാക്കുക. ഒരു റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ലൈനിനൊപ്പം പഞ്ചിങ് ടൂൾ ഉപയോഗിച്ച് പഞ്ചിങ് മാർക്ക് ഉണ്ടാക്കുക.
നമുക്കിപ്പോൾ SMAW പ്രോസസ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 10 mm കട്ടിയുള്ള ഒരു MS പ്ലേറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകളും മൾട്ടി ലെയർ പ്രാക്ടീസും ചെയ്യുന്നതിനുള്ള വെൽഡിംഗ് പ്രോസസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരു വെൽഡ് പൊസിഷണറിൽ പഞ്ച് ചെയ്ത ജോബ് ഫിക്സ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ബീഡിംഗ് നടത്താൻ ഒരു 3.15 mm ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. SMAW മെഷീനിൽ കറന്റ് 110 ആംപിയർ ആയി സജ്ജമാക്കുക. പ്ലേറ്റിന്റെ ഇടതുവശത്തു നിന്ന് ആരംഭിച്ച് ബേസ് മെറ്റലിന്റെ സർഫസിലേക്ക് 70 മുതൽ 80 ഡിഗ്രി കോണിൽ മുകളിലേക്കായി ഇലക്ട്രോഡ് പിടിക്കുക. വെൽഡ് ചെയ്യാൻ 70 മുതൽ 80 ഡിഗ്രി വരെ ട്രാവൽ ആംഗിൾ ഉപയോഗിക്കുക. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരു പ്ലേറ്റ് വെൽഡിന്റെ ഒരു ബീഡ് ഉണ്ടാക്കുന്നത് ഫ്ലാറ്റ് പൊസിഷനിൽ ഉണ്ടാക്കുന്നത് പോലെയാണ്. വേഗത്തിലുള്ള കൂളിംഗ് ലഭിക്കാൻ കറന്റ് കുറയ്ക്കുക. ഇത് പ്ലേറ്റിന്റെ താഴത്തെ ഭാഗത്ത് വെൽഡ് പാളിൽ ഓവർ ഹാങ്ങിങ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. വേഗതയേറിയ ട്രാവൽ സ്പീഡ് ഉപയോഗിക്കുക. ഇലക്ട്രോഡിന്റെ കോട്ടിംഗ് ഡയമീറ്ററിനേക്കാൾ വലുതല്ലാത്ത ഒരു വെൽഡ് പടിൽ സൈസ് നിലനിർത്തുക. മോൾട്ടൺ മെറ്റൽ തൂങ്ങുന്നത് ഒഴിവാക്കാൻ ഒരു ഷോർട്ട് ആർക്ക് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഒരു ചെറിയ വൈപ്പിംഗ് മോഷനിലൂടെ ഇലക്ട്രോഡ് വലത്തുവശത്തേക്ക് നീക്കുക. ഇത് പുഡിലിനെ ചെറുതായി തണുപ്പിക്കാനും വേഗത്തിൽ ദൃഢമാകാനും ബീഡുകൾ തൂങ്ങുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു. ഒരു ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് സ്ലാഗ് നീക്കം ചെയ്യുക. ഒപ്പം വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിവൈസുകൾ അറിയാൻ വെൽഡ്മെന്റുകൾ പരിശോധിക്കുക. നമുക്കിപ്പോൾ SMAW പ്രോസസ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകളും മൾട്ടി ലെയർ പ്രാക്ടീസും ചെയ്യുന്നതിന് പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. സംരക്ഷണ വസ്ത്രം ധരിക്കുക. ശരിയായ കറണ്ടും ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നെന്ന് ഉറപ്പാക്കുക. സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്നറിയാൻ വെൽഡ് ബീഡ് പരിശോധിക്കുക. ഇനി നമുക്ക് ഡിഫക്ട്സുകൾ നോക്കാം. അണ്ടർ കട്ട്. വിള്ളലുകൾ. തെറ്റായ ബീഡ് പ്രൊഫൈൽ. എക്സസീവ് റീഇൻഫോഴ്സ്മെന്റ്. ക്രാറ്റർ. സ്പാട്ടേഴ്സ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ? സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് MS പ്ലേറ്റ് തയ്യാറാക്കുക. 150 mm നീളവും 100 mm വീതിയും 10 mm കനവും. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരേപോലെ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തെങ്കിലും സർഫേസ് ഡിഫക്റ്റുകൾ അറിയാൻ ജോബ് പരിശോധിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.